ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സിജോയും അർജുനും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായി. അതിൽ സിജോ പറയുന്നുണ്ട്, ഗെയിം മുന്നോട്ട് പോകെ ഫാൻ ബേസ് ഉള്ളവർ പുറത്താവുമ്പോഴാണ് നമ്മുടെ സീസണ് വാല്യൂ കൂടുന്നത് എന്ന്. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കണ്ട സീസൺസിലെല്ലാം അത് വളരെ സത്യമാണെന്നത് തെളിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അടുത്ത ആഴ്ച പവർ ടീമിനെ തിരഞ്ഞെടുക്കാൻ ക്യാപ്റ്റൻ അധികാരമില്ലെങ്കിൽ അവിടെ ഒരു നല്ല ഗെയിം കാണാം എന്ന്. അപ്പോൾ സിജോ പറയുന്നുണ്ട്, നോമിനേഷനിൽ ശത്രു മിത്രം എന്നൊന്നുമില്ല, എല്ലാം ഗെയിമാണ് എന്ന്. അങ്ങനെ ഇവരുടെ ഒരു കൺവെർസേഷൻ നീണ്ടു പോകുന്നുണ്ട്. പിന്നെ പവർ ടീമിലുള്ളവർക്കിടയിൽ ഒരു മത്സരബുദ്ധി വന്നാൽ അവർക്കിടയിൽ തന്നെ നോമിനേറ്റ് ചെയ്യാമെന്നൊരു പോസിബിലിറ്റി സിജോ പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നു, അപ്പം ഞാൻ ഓർത്ത് പവർ ടീം എപ്പോഴും സേഫ് ആയിരിക്കുമെന്ന്. സിജോ എന്ന ഇൻഫ്ലുവൻസറിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട്, ഇഷ്ടപ്പെടാത്ത ആളുകളുമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, സിജോ എന്ന ഇൻഫ്ലുവൻസറിനെ മറന്ന് പുള്ളി അവിടെ കാഴ്ചവെക്കുന്ന നല്ല ഗെയിമുകളെ അപ്രിഷ്യേറ്റ് ചെയ്യുക. കാരണം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഗെയിമറാണ് സിജോ. നന്നായിട്ട് പോയിന്റ് വെച്ച് സംസാരിക്കാൻ മിടുക്കുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഈ 4 ദിവസം കൊണ്ട് ഈ ഒരു സീസണിൽ ഉണ്ടായ ബഹളത്തിനിടയിൽ അണ്ടർ റേറ്റഡ് ആയി പോയ ഒരു കണ്ടസ്റ്റന്റും കൂടിയാണ് സിജോ. ലൈവ് കാണുന്നവർക്കറിയാം സിജോ കണ്ടുപിടിക്കുന്ന ഓരോ ആംഗിൾസും ലൂപ്പ് ഹോൾസും ഒക്കെ. ഇപ്പൊ തന്നെ സിജോ അർജുനോട് പറഞ്ഞ ആ ഒരു പോയിന്റ് എടുക്കാം. പവർ ടീമിലുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യേണ്ട ഒരു സമയം വരും. കളി മുറുകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. അല്ലാതെ എപ്പോഴും പവർ ടീമിന് ഇമ്മ്യൂണിറ്റി കിട്ടിക്കൊണ്ടിരിക്കില്ല. അതല്ല ബിഗ് ബോസ്. സിജോ അത് ഇപ്പോഴേ ആലോചിച്ച് കണ്ടെത്തി വെച്ചു എന്നത് തന്നെയാണ് പുള്ളിയുടെ മിടുക്ക്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.